അപ്പുറത്തായിരുന്നു മൊയല്. പഴമക്കാരുണ്ടാക്കിയ പള്ളിയവിടെ, വഖഫ് സ്വത്തവിടെ, അതേ സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷ പിന്തുണവിടെ. AP ഉസ്താദും കുറച്ചാൾക്കാരും എന്ത് ചെയ്തു? മെല്ലെ മെല്ലെ ഇഴഞ്ഞു. പക്ഷേ മറ്റേ കൗമ അലസരായി ഉറങ്ങി. കാരണം ഓൽക്ക് യാതൊന്നും താല്പര്യമില്ലല്ലോ. ഓൽക്ക് കിട്ടിയ പള്ളിക്ക് കിട്ടിയ അരീഷ്ടത്തും അങ്ങനെ കഴിഞ്ഞുകൂടണമെന്നല്ലാതെ. പക്ഷേ AP ഉസ്താദ് പണിയെടുത്തു. എങ്ങനെ പണിയെടുത്തു? ആരോപണങ്ങൾക്ക് നടുവിൽ എന്തൊക്കെ ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചു. പക്ഷേ ഞങ്ങളെ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചൊരു സന്ദേശമുണ്ട്. തന്റെ കഴിഞ്ഞ കാല കർമ്മപദങ്ങളിൽ നിന്ന് കേരളീയ മുസ്ലിം ഉമ്മത്തിന് കൈമാറിയ ഒരു ജീവസിദ്ധ സന്ദേശമുണ്ട്. ആരോപണങ്ങളെ വലിച്ചെറിഞ്ഞ് അക്രമങ്ങളെ പുറങ്കാലുകൊണ്ട് ചവിട്ടി മാറ്റി ഈ ഉമ്മത്തിനെ സേവിക്കണം, ഈ സമുദായത്തെ സേവിക്കണം, ഈ രാജ്യത്തെ സേവിക്കണം എന്ന സന്ദേശം. അതായിരുന്നു അരീക്കാട് പള്ളിയുടെ പേരിൽ ഇവിടെ പ്രശ്നങ്ങളുണ്ടായി, ആരോപണങ്ങൾ ഉന്നയിച്ചു. ഈ രാജ്യത്തെ സമൂഹത്തിന്റെ മുമ്പിൽ കാന്തപുരം ഉസ്താദിനെ കള്ളനായി ചിത്രീകരിക്കാനുള്ള ശ്രമമുണ്ടായി. അഭിവന്യരായ ഞങ്ങളുടെ നേതാവ് വാതിലടച്ച് വീട്ടിലിറങ്ങിയില്ല. പുഞ്ചിരിച്ച് കാരുണ്യത്തിന്റെ ഹൃദയക്കരുത്തോടെ കേരളീയ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോൾ ആ പണ്ഡിതൻ അരീക്കാട് പള്ളിയുടെ പേരിലുണ്ടായ ആരോപണങ്ങളെ ചവിട്ടി മാറ്റി. ആയിരങ്ങളായ പള്ളികളോ ഇന്ത്യ രാജ്യത്തെ പടുത്തുയർത്താൻ ഏകനായ ഒരു പണ്ഡിതനെ കഴിഞ്ഞിട്ടുള്ളൂ. അത് കമറുലമോ കാന്തപുരമെത്തിയ അബൂബക്കർ മുസ്ലിയാർക്കാണ്. അരീക്കാട് പള്ളിയുടെ പേരിൽ നിങ്ങൾ ഉന്നയിച്ച ആരോപണം അന്ന് നിർത്തിപ്പോയിരുന്നെങ്കിൽ ഈ പള്ളികൾ ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല. ഇനി നിങ്ങൾക്കറിയോ, ആ ആയിരങ്ങളുടെ പള്ളിയുടെ മക്കം പൊത്തുകാണ് 40 കോടിയുടെ ഞങ്ങളുടെ ചരിത്രപ്രസിദ്ധമായ പള്ളി. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഇതൊന്നും